2023 ബ്രഹ്മപുരത്ത് ഒരു വൻ തീപിടുത്തമുണ്ടായി. ആ വേസ്റ്റ് മുഴുവൻ കത്തി കൊച്ചി നഗരം മുഴുവൻ നമ്മളെ ഡൽഹിയിലെ പോലെ പുകമറയിലായി. ആ ഒരു സമയത്ത് നമ്മുടെ സർക്കാരിനെ വളരെയധികം വിമർശിച്ചിരുന്നു. ഇപ്പോ ഇതാ ബാലരാമപുരത്തെ വൻ വേസ്റ്റ് ആണ് അവർ മാറ്റി അവിടെ നമ്മുടെ എം പി രാജേഷും മന്ത്രിയും മേയറും ഒക്കെ കൂടെ ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കേട്ടതാണ്, നമ്മുടെ കേരളത്തിൽ നിന്നും കുറെ മെഡിക്കൽ വേസ്റ്റ് കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ തള്ളിയിട്ട് തമിഴ്നാട് നമ്മുടെ കേരളത്തെ വിമർശിച്ച ഒരു രംഗം അത് ഈ ഇടയ്ക്കായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ അവിടെ പോയി ഒരു ക്രിക്കറ്റ് ഒക്കെ കളിച്ച് ഞങ്ങൾ ഇവിടെ വേസ്റ്റ് മുഴുവൻ വേസ്റ്റ് ഇല്ലാത്ത ഒരു മാലിന്യരഹിത കേരളമാക്കി മാറ്റി എന്നൊരു പ്രസ്താവന നൽകിയത്. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് ആ ഒരു ഫോട്ടോയൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് സൈബർ ഇടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അത് സർക്കാരിൻ്റെ അനാസ്ഥയാണ്. കാരണം അത്രയും വേസ്റ്റ് ഒരു അനുമതിയും കൂടാതെ ഇങ്ങനെ കൂട്ടിയിടുന്നത് സർക്കാരിൻ്റെ അനാസ്ഥ തന്നെ ആയിരുന്നു. ആ ഒരു അനാസ്ഥയുടെ പേരിൽ എത്ര ജനജീവിതങ്ങളാണ് അന്ന് ദുഃഖിച്ചത്, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത്. നമ്മൾക്കറിയാം, കൊച്ചി അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ മുഴുവൻ പുകയിൽ മൂടി ശ്വസിക്കാൻ കഴിയാതെ ഓക്സിജൻ സിലിണ്ടറിനായിട്ട് പല ആളുകളും തേടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിച്ചത് അന്നത്തെ ഒരു അനാസ്ഥ കൊണ്ട് മാത്രമാണ്. എത്ര ദിവസം നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മെനക്കെട്ടു, രാവും പകലും ഇല്ലാണ്ടാണ് ആ തീ അണച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 3, 4, 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തീ കത്തണമെങ്കിൽ അവിടെ എന്തോരം വേസ്റ്റ് ഉണ്ടായിരിക്കണം. ആ വേസ്റ്റ് എത്ര നേരം എടുത്തിട്ടാണ് ഫയർഫോഴ്സുകാർ അണച്ചത്. ഫയർഫോഴ്സിനെ അന്ന് എല്ലാവരും അഭിനന്ദിച്ചു എങ്കിലും ഒന്ന് ആലോചിച്ചു, അത് സർക്കാരിൻ്റെ അനാസ്ഥയല്ലേ അത്രയേറെ വേസ്റ്റുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിയത്. ഇന്ന് തന്നെ നമ്മൾ നോക്കും, നമ്മുടെ നാട്ടിൻ പ്രദേശത്താണെങ്കിലും നഗരപ്രദേശത്താണെങ്കിലും ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. അവരാണ് കൂടുതലും വേസ്റ്റ് എടുക്കുന്നത്. ആ വേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വേസ്റ്റ് എല്ലാം ഏതെങ്കിലും സൈഡിൻ്റെ മൂലയിലിരിക്കും. അതുകൂടാതെ ഇവരെല്ലാം വേസ്റ്റുകളും സ്വീകരിക്കുന്ന ഒരു പതിവുമില്ല. കാരണം നമ്മൾ 50 രൂപ എന്തായാലും കൊടുത്താലും കൊടുത്തില്ലെങ്കിലും 50 രൂപ ഇവർക്ക് കൊടുത്തിരിക്കണം. കാരണം ആ ഒരു വ്യവസ്ഥ വെച്ചില്ലെങ്കിൽ ചിലപ്പോ വീടുകളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ എല്ലാ വീടുകളിലും വേസ്റ്റ് എടുക്കുകയാണെങ്കിൽ 50 രൂപ ആ വേസ്റ്റിന് കൊടുക്കണം. ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ 100-200 രൂപ വരും. അതായത് വീടുകൾക്ക് 50 രൂപയും കടകളൊക്കെ വരുമ്പോൾ 100-200 രൂപയാണ് അവർ പലപ്പോഴും ഈടാക്കുന്നത്. അതിനെതിരെ നല്ലൊരു വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ വേസ്റ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഈ ഒരു 50 രൂപ കൊടുക്കണം എന്നുള്ളത്. ചിലപ്പോൾ ഈ ഒരു നിബന്ധന ഇല്ലായിരുന്നുവെങ്കിൽ പലരും ഈ 50 രൂപ സേവ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വേസ്റ്റുകൾ വീട്ടിൽ തന്നെ കൂട്ടി. അല്ല, ഇതിനപ്പുറത്തേക്ക് നമ്മൾ വീടുകളിലേക്കാട്ടിലും കൂടുതൽ ഈ സിറ്റി പ്രദേശങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും കൃത്യമായിട്ടൊരു വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല. ഇപ്പം വീട്ടിലൊക്കെ ആണെങ്കിലും നമുക്ക് ജൈവ മാലിന്യങ്ങൾ എവിടെയെങ്കിലും ഇടാം, അല്ലെങ്കിൽ കുഴിച്ചിടുക, അല്ലെങ്കിൽ അയ്യത്തോട്ടമൊക്കെ എടുത്ത് കളയാം. അതേസമയം ഈ സിറ്റി പ്രദേശങ്ങളാണെങ്കിൽ അവരെന്ത് ചെയ്യും? അതിനപ്പുറത്തേക്ക് ഒരു 4 സെന്റ് 5 സെന്റ് ഒറ്റ വീട് മാത്രമുള്ള ആളുകളാണെങ്കിൽ ഈ ജൈവ മാലിന്യങ്ങൾ എവിടെ കൊണ്ടുകളയും? അവർക്ക് ജൈവമാലിന്യങ്ങൾ കൊണ്ടുകളയാനൊരു ഇടമില്ലാത്ത സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ലോകം മാറുന്നതിനനുസരിച്ച് എല്ലാ ആളുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാവരും ആപ്ലിക്കേഷൻ വഴിയൊക്കെയാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് സിറ്റി പ്രദേശങ്ങളിലാണ് കൂടുതലും അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഉള്ളത്. ഇപ്പം രാത്രി ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ നമ്മൾ ഓർഡർ ചെയ്യുകയാണ്, ആ പാത്രത്തിൽ കൊണ്ടുവരുന്നു, നമ്മൾ കഴിക്കുന്നു, ആ പാത്രം അവിടെ വെക്കുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങളാണെങ്കിൽ ഈ പാത്രം കഴുകിയിട്ടില്ലെങ്കിൽ അവരെടുക്കത്തില്ല. റീയൂസ് ചെയ്യാൻ പറ്റാത്ത പാത്രങ്ങളാണ്. കാരണം വൺസ് യൂസിന് ഉള്ള പാത്രങ്ങളാണ് അതൊക്കെ. കാരണം നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കത് പുറത്തേക്ക് കളഞ്ഞു. നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞു, അപ്പൊ നമുക്ക് ആഹാരത്തിന്റെ വേസ്റ്റ് ഉണ്ട്, ഇതവിടെ കളയും. ഇത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങും കളയാൻ പറ്റത്തില്ല, അയ്യത്തോട്ടം എടുത്ത് കളയാനൊന്നും പറ്റത്തില്ല, റോഡിൽ കളയാൻ പറ്റത്തില്ല. ഈ വേസ്റ്റ് എടുക്കാൻ ആരും ഇല്ല. പ്ലാസ്റ്റിക്കിൽ തന്നെ വേർതിരിച്ചിട്ടാണ് ഇവർ വേസ്റ്റ് എടുക്കുന്നത്. എല്ലാ പ്ലാസ്റ്റിക് ഇവർ സ്വീകരിക്കില്ല, ഫുഡ് വേസ്റ്റുകൾ സ്വീകരിക്കില്ല. അപ്പൊ ഈ ഒരു നിബന്ധന വെക്കുമ്പോൾ ഒരു വിഭാഗം പ്ലാസ്റ്റിക് മാത്രമേ ഇവര് ശേഖരിച്ച് കൊണ്ടുപോകുന്നുള്ളൂ. ഇവര് പ്ലാസ്റ്റിക് കൊടുക്കണമെങ്കിൽ നമ്മൾ പാത്രത്തിന്റെ ആണെങ്കിലും ആഹാരം കഴിച്ച വേസ്റ്റിന്റെ പാത്രങ്ങളാണെങ്കിൽ ആ പാത്രം കഴുകി വൃത്തിയാക്കി കൊടുത്താൽ മാത്രമേ ഇവർ എടുക്കത്തുള്ളൂ. അത് പക്ഷെ നല്ലൊരു കാര്യമില്ല. കാരണം ഇവർക്ക് വീണ്ടും ഡബിൾ, കാരണം എത്ര വീടുകളിൽ നിരക്കി വേസ്റ്റ് സ്വീകരിക്കുന്നത്. അല്ല, അതെല്ലാം ഓക്കെ. ഒരു സിറ്റി പ്രദേശത്താണ് ഞാൻ പറയുന്നത്. സിറ്റി പ്രദേശങ്ങളിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാനൊരു വീട്ടിൽ താമസിക്കുകയാണ്, ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് ആണ്. എനിക്ക് അവിടെ വേസ്റ്റ് കളയാനൊരു സൗകര്യമില്ല. നമ്മുടെ കോർപ്പറേഷനിൽ നിന്ന് അതിനൊരു സംവിധാനമില്ലേ? കോർപ്പറേഷനില്, കാരണം ഞാൻ കാക്കനാട് താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കോർപ്പറേഷനിൽ നിന്ന് തിങ്കൾ, വെള്ളി, വ്യാഴം ആ 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസം രാവിലെ വന്ന് ഈ ഫുഡ് വേസ്റ്റുകൾ സ്വീകരിച്ചു കൊണ്ടുവന്നൊരു രീതി ഇന്നതില്ല. കേരളത്തിന്റെ 1-2 ഭാഗത്ത് മാത്രമേ ഇതുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തൊന്നും ഇതില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ.
അതുകൊണ്ടാണ് ഈ വേസ്റ്റുകൾ എന്നും ഈ റോഡ് സൈഡിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റുകൾ പലപ്പോഴുമായിട്ട് പല സ്ഥലങ്ങളിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഫുഡ് വേസ്റ്റുകൾ കളയാനൊരു സ്ഥലമില്ല, അല്ലെങ്കിൽ ഒരു വഴിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പിന്നെ നമ്മളെപ്പോലുള്ള മലയാളികൾ മടി പിടിച്ച ആളുകളാണ്. ഇപ്പം കഴിച്ച പാത്രം അവർ കഴിവത്തൊന്നുമില്ല. ഇപ്പം പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തു, ആ പാത്രം കഴിച്ചു കഴിഞ്ഞാൽ അത് ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെച്ചേക്കും, കഴുകി എന്തെങ്കിലും കവറിൽ കെട്ടി വെച്ചേക്കും. അത് പക്ഷേ ഹരിതകർമ്മസേനകളൊന്നും എടുക്കത്തില്ല. ഒരേ സമയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ 1-2 ദിവസം ആകുമ്പോൾ ആ സ്മെല്ലൊക്കെ ഭയങ്കര വിഷയമായിരിക്കും. അവർക്കത് കൊണ്ടുപോയിട്ട് 1 മാസം 2 മാസം കഴിയുമ്പോഴായിരിക്കും അവർ എടുക്കുന്നത്. ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ ബോട്ടിൽ ഫംഗസ് പോലുള്ള ഫംഗസുകളായിരിക്കും അതിനകത്തില് രൂപം കൊള്ളുന്നത്. അത് അവരുടെ ഭാഗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. പക്ഷേ നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് മറ്റൊരു മാർഗമില്ല. പക്ഷെ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് അവർക്ക് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അത് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി അങ്ങനെയല്ല. ഇപ്പൊ ഫുഡ് വേസ്റ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ ഫുഡ് വേസ്റ്റ് കളയാൻ വേറെ വഴിയില്ല. ഇപ്പൊ അവര് പറയുന്നത് കൂട്ട് നമ്മള് വൃത്തിയാക്കി 2 വെച്ച് കഴിഞ്ഞാലും ഈ ഫുഡ് വേസ്റ്റ് കളയാൻ എന്താണ് മാർഗം? മറ്റൊരു മാർഗവുമില്ലല്ലോ. അതിന് നമ്മൾ എളുപ്പം സ്വീകരിക്കുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ളവരാണെങ്കിൽ കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം വേസ്റ്റുകൾ പൊതുവിടത്ത് വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബാലരാമപുരത്ത് ഈ ബ്രഹ്മപുരം പ്ലാന്റിന്റെ അതായത് ബ്രഹ്മപുരം പ്ലാന്റിന്റെ ആ കത്തിക്കഴിയലിന് ശേഷം ബാലരാമപുരത്ത് അത് ക്ലീൻ ആക്കി വൃത്തിയാക്കി ഒരു പ്ലാന്റ് റെഡിയാക്കി. അതൊക്കെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കോ, കഴിഞ്ഞ ആഴ്ച കൂടിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇവിടുത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള വേസ്റ്റുകൾ പലപ്പോഴും തമിഴ്നാടിന്റെ അതിർത്തിയിലാണ് കൊണ്ടിരുന്നത്. അത് വലിയ വിവാദങ്ങളായി കേരളത്തിൽ നിന്ന് ആളുകൾ പോയി വീണ്ടും ആ വേസ്റ്റ് എടുത്തുകൊണ്ട് വരുന്ന സ്ഥിതിയിലേക്ക് പോകുമ്പോൾ നമ്മളെ നാണം കെടുത്തുമല്ലേ പലപ്പോഴും ഈ വേസ്റ്റുകൾ. അതായത് ഹെൽത്ത് വേസ്റ്റുകൾ കൊണ്ട് കളയുന്നത് ആരുടെ ഔദ്യോഗികരായിരിക്കും? നമ്മുടെ മന്ത്രിയുടെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം നീണ്ടുനിന്ന പ്രക്രിയയിലൂടെയാണ് ഇപ്പൊ ബാലരാമപുരം എത്രയും ക്ലീൻ ആക്കിയതെന്ന്. ഈ ഒരു അഭിപ്രായം തമിഴ്നാട് പറഞ്ഞിട്ട് 1 വർഷം കാലയളവായിട്ടില്ല, കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പൊ ഇവര് ഒരു സ്ഥലം ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ വലിച്ചെറിയപ്പെടുകയാണ്. അത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനത്തോടി നമ്മുടെ വേസ്റ്റ് കൊണ്ട് എറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരപ്പോ ആരെ കാണിക്കാനാണ് ഇത്ര വർക്കുകളൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ ഇവിടെ മൊത്തം ക്ലീൻ ആക്കി എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ഇതിന്റെ മറ്റൊരു വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന് തന്നെ അപമാനമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിന് തന്നെ അപമാനമായിട്ടല്ലേ. അപ്പൊ ഒരു എടുത്ത് പറയാണ് ഇനി കുറച്ചു നാളോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 100% ബയോഗ്യാസ് പ്ലാന്റ് വരാൻ പോവുകയാണെന്ന്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ വരുന്നത് നല്ലതാണ്. പക്ഷെ ഒരു ഭാഗത്ത് ഇതിനൊരു തടയിടുന്നില്ല, അത് നമ്മുടെ ഭരണകൂടം കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അതേപോലെ ഇൻഡസ്ട്രിയലിന്റെ കാര്യം പറയുമ്പോൾ ഗുരുവായൂർ നേരത്തെ ഉണ്ടായ ഒരു കാര്യമാണ്. കാരണം ഗുരുവായൂർ നമുക്കറിയാം നല്ലൊരു ടൂറിസം കേന്ദ്രമാണ്. അതിന് ചുറ്റുമുള്ള ഹോട്ടൽസ് ഒരു കാലത്തിന് ശേഷം പിന്നീട് നല്ല രീതിയിൽ ഇൻഡസ്ട്രി വളർന്നൊരു സ്ഥലമാണ്. അവിടെ വേസ്റ്റ് കളയാനില്ലാണ്ട് അവിടുത്തെ വേസ്റ്റുകളൊക്കെ ഒരു കാന വഴി ഒഴുക്കി വിടുന്നത് ഒരു പ്രദേശത്തേക്കാണ്, എന്ന് വെച്ചാൽ ജനവാസമുള്ള ഏരിയയിലേക്കാണ്. ചക്കുകണ്ടം പോലൊരു സ്ഥലത്തേക്ക് ഇത്തരം വേസ്റ്റ് പോയിട്ട് അവിടുത്തെ പ്രദേശവാസികൾക്ക് നടക്കാൻ ആദ്യ സമയത്ത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു വൻ അളവിൽ ഈ ടൂറിസം കേന്ദ്രം വളരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇൻഡസ്ട്രിയൽ ഏരിയ വളരുന്നതനുസരിച്ചിട്ട് അവിടേക്ക് വേസ്റ്റ് വന്നിട്ട് അവിടുത്തെ കിണറുകൾ ഉൾപ്പെടെ മലിനമായിട്ട് ഇപ്പോഴും അതിനൊരു വ്യവസ്ഥ വന്നിട്ടില്ല. കാരണം ആ വേസ്റ്റ് ഇപ്പോഴും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇത്തരം പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് കേരളം നമ്പർ 1, മാലിന്യത്തിലും കേരളം നമ്പർ 1 തന്നെ അല്ലേ? അതെ, മാലിന്യത്തിലും കേരളം നമ്പർ 1 തന്നെയാണ്. അതിന് നമുക്കൊരു മാറ്റം വേണം. കാരണം മാലിന്യം വലിച്ചെറിയുന്നത് നമ്മുടെ സമൂഹത്തിന് നമുക്കും തന്നെ ദോഷകരമാണ്. നാളെ വരുന്ന അസുഖങ്ങളും എല്ലാം ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാകാം. എന്ന് തന്നെയാണെങ്കിലും ഈ മാലിന്യങ്ങൾക്കൊരു പോംവഴി ഉണ്ടാകട്ടെ.